ഹലോ! ഇന്ന് ഞാൻ വന്നിട്ടുള്ളതൊരു അടിപൊളി ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. തലശ്ശേരി തേങ്ങാമുറി. അപ്പോൾ തേങ്ങാമുറിയുടെ ഒരു ഷേപ്പൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ അതിന് തേങ്ങാമുറി എന്നുള്ള പേര് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ തേങ്ങാമുറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ഗ്രീൻ മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും 6 അല്ലി വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ പച്ചമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ മറന്നു പോയതാണ്. അതുകൊണ്ട് ഞാൻ പിന്നെയാണ് ചേർത്തിട്ടുള്ളത്. പിന്നെ മെയിനായിട്ട് വേണ്ടത് നമുക്ക് മല്ലിയിലയാണ്. അപ്പോൾ ഞാനൊരു കെട്ട് മല്ലിയില എടുത്തിട്ടുണ്ട്. കപ്പളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കപ്പോളം മല്ലിയില കേട്ടോ. അപ്പോൾ നല്ല ഗ്രീൻ മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് മല്ലിയില കുറച്ച് കൂടുതൽ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ മല്ലിയില ഇതിൽ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. വെള്ളമൊന്നും ചേർക്കാതെ വേണം കേട്ടോ ക്രഷ് ചെയ്തെടുക്കാൻ. പിന്നെ നമ്മൾ ഈ തേങ്ങാമുറി ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ മസാല ചേർത്ത് ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. കാണാനും ഭംഗിയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് തേങ്ങാമുറി ഉണ്ടാക്കാൻ വേണ്ടത് പൊട്ടറ്റോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ വലിയ 3 പൊട്ടറ്റോ ബോയിൽ ചെയ്തതിന് ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തതാണിത്. നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ ചൂടോട് കൂടി തന്നെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി മസാല ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഗ്രീൻ മസാല ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചച്ചൊവ ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ഉടച്ച് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. പൊട്ടറ്റോ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഗ്രീൻ കളറിലുള്ളൊരു മസാല കിട്ടും നമുക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ പച്ചമുളക് ഇട്ട് കൊടുക്കാൻ മറന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2 പച്ചമുളക് ഒന്ന് ചതച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഞാൻ മറന്നു പോയതുകൊണ്ടാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. അപ്പോൾ എരിവിന് ആവശ്യത്തിന് ഇപ്പോൾ നമ്മൾ കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് ചേർക്കുന്നത്, വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇനി പൊട്ടറ്റോയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, വെറും കുരുമുളക് പൊടി മാത്രമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഇതിവിടെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് മുട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 മുട്ട കൊണ്ടാണ് ഇപ്പോൾ ഉണ്ടാക്കുന്നത്. മുട്ട നന്നായിട്ട് ബോയിൽ ചെയ്തെടുക്കണം, എന്നാലാണ് നമുക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. പിന്നെ വേണ്ടത് കോൺഫ്ലോറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് കോൺഫ്ലോർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഇതിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാനാണ് കേട്ടോ. നമ്മൾ ഇനി ഗ്രീൻ മസാല വെച്ച് ഇത് കവർ ചെയ്യുമ്പോൾ നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ കോൺഫ്ലോറിലൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 3 മുട്ടയും നന്നായി കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രീൻ മസാല നന്നായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം നല്ലൊരു ബോൾസിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. കുറച്ച് വലിയ ബോൾസ് തന്നെ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തുക. എന്നിട്ട് നമ്മൾ കോൺഫ്ലോറിലും കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എഗ്ഗ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് വെച്ചിട്ടൊന്ന് കവർ ചെയ്യുക. അപ്പോൾ നമുക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഗ്രീൻ മസാല എടുത്തിട്ട് ഈ മുട്ടയുടെ മേലെ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ തേങ്ങാമുറി അല്ലെങ്കിൽ തേങ്ങയുടെ ഒക്കെ ഒരു ഷേപ്പിലാണ് കേട്ടോ നമ്മളിത് കവർ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലെ വലിയൊരു മുട്ടയുടെ ഷേപ്പിൽ ഞാനിപ്പോൾ ഇത് കവർ ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് ഡിപ്പ് ചെയ്തിട്ടാണ് ഫ്രൈ ചെയ്യണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എഗ്ഗും അതുപോലെ പാലും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ ആദ്യം ഇതിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. പിന്നെ നമ്മൾ ബ്രെഡ് ക്രംസിലാണ് കേട്ടോ കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ബ്രെഡിൻ്റെ അരികവശമൊക്കെ നമ്മൾ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ കട്ട് ചെയ്ത് മാറ്റുമല്ലോ, അതൊന്ന് മിക്സിയിൽ പൊടിച്ചതിന് ശേഷം ഒന്ന് വറുത്ത് വെച്ചതാണ് കേട്ടോ. നേരത്തെ തന്നെ ഇതുപോലെ ബ്രെഡ് ക്രംസ് ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതിലാണ് ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുപോലെ ബ്രെഡ് ക്രംസ് ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് പൊടിച്ചതിൽ കോട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇതുപോലെ ഡബിൾ കോട്ടിങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. പിന്നെ നമ്മൾ സ്നാക്കൊക്കെ ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ കോട്ടിങ്ങും അതുപോലെ മസാലയും സെപ്പറേറ്റ് ആയി നിൽക്കാതെ ഒന്നും കൂടി നന്നായിട്ട് മിങ്കിൾ ചെയ്ത് നിൽക്കാൻ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഡബിൾ കോട്ടിങ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒന്നും കൂടെ മുട്ടയിൽ മുക്കി ഞാനിപ്പോൾ ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമുക്കിനി ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നോമ്പിനൊക്കെ ഇതുപോലെ സ്നാക്ക് ഉണ്ടാക്കുമ്പോൾ ആദ്യം തന്നെ ഇത് റെഡിയാക്കി വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്തൊന്ന് ഫ്രൈ ചെയ്തെടുത്താലും മതി. ഞാനിപ്പോൾ ഇതിപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ചൂടോട് കൂടി കഴിക്കുമ്പോഴാണ് പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടാക്കണം, എന്നിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. പിന്നെ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ നമ്മളിത് ഫ്രൈ ചെയ്യേണ്ടത്. ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പൊടിഞ്ഞു പോകാൻ സാധ്യത ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പിടിക്കും. ഇതുപോലെ ഇങ്ങനെ തിരിച്ചും മറിച്ചിട്ടിട്ട് ഇങ്ങനെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആവും കേട്ടോ, അധികം സമയമൊന്നും വേണ്ട. അപ്പോൾ ഇതിപ്പോൾ എല്ലാ വശവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറായിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഒരെണ്ണം വീതം ഫ്രൈ ചെയ്യാവും കേട്ടോ നല്ലത്, എന്നാലാണ് നമുക്കത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാൻ നല്ലൊരു
സൗകര്യമാവുള്ളൂ. ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ ചിലപ്പം തിരിച്ചും മറിച്ചിട്ട് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മുടെ തലശ്ശേരി തേങ്ങാമുറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിലെ ഗ്രീൻ മസാല തന്നെയാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതുപോലെ ഒരു കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ടാണ് നമ്മളിത് സെർവ് ചെയ്യുക. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഒരു തേങ്ങാമുറിയുടെ ഒക്കെ ഒരു ഷേപ്പിലാണല്ലോ വന്നിട്ടുള്ളത്. പിന്നെ കണ്ട നമ്മുടെ ഗ്രീൻ മസാല നല്ല അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഗ്രീൻ മസാല വെച്ചിട്ട് നമ്മളിതുപോലെ കബാബൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ നോമ്പിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഗിവ് അവേ നടക്കുന്നുണ്ട്. നമ്മുടെ ചാനലിന് 3 ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവുന്ന അന്ന് വിജയെ തിരഞ്ഞെടുത്തിട്ട് ഓവനാണ് കേട്ടോ സമ്മാനമായിട്ട് നൽകുന്നത്. അപ്പോൾ നിങ്ങൾ ഗിവ് അവേയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ വീഡിയോ കാണുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്